കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായി യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുള്ളതാകുന്ന പഠനം നമുക്ക് ആത്മീകമായി പ്രോഫിറ്റബിൾ ആകുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അറ്റ്ലീസ്റ്റ് ദ മോർ ഐ സ്റ്റഡി, എത്രത്തോളം ദൈവവചനം പഠിക്കുന്നുവോ അത്രത്തോളം ഓൾദോ I try my best to understand the scriptures. I think the Bible is a book that understands me more. ഞാൻ എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവവചനം പഠിക്കാനായിട്ട് പരിശ്രമിക്കുമോ എന്നുവോ, വേദപുസ്തകത്തിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് ദൈവവചനം നമ്മളെ വിവേചിപ്പാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇതിന് മുൻപൊക്കെ ഈ വേദഭാഗം ധ്യാനിച്ചിട്ടുള്ളപ്പോഴും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പാൻ ഇടയായി തീർന്നു. ഈ രാത്രിയിൽ നമ്മൾ ആ തിരുവചന ഭാഗത്തേക്ക് നമുക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള, നമുക്ക് ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും ഉതകുന്ന, നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ ശുദ്ധീകരണത്തിനും നമ്മുടെ ദൈവകൃപയിലുള്ള വർധനവിനുമൊക്കെ ദൈവവചന ധ്യാനം ഇടയായി തീരട്ടെ. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് യാക്കോബ് ഇത്രയധികം പ്രാധാന്യത ആ ഒരു വിഷയത്തിന് നൽകുന്നത്. ഞാനത് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും ഡീപ്പ് റൂട്ടഡായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മുഖപക്ഷം കാണിക്കുക. നമ്മൾ ചിന്തിക്കും, നമ്മൾ മുഖപക്ഷം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ ഓൾ റൈറ്റ് അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മുഖപക്ഷം അല്ലെങ്കിൽ പക്ഷപാതം, ഇതൊക്കെ it was a problem in the first century church, and especially a church that was there, or the people of God who are there, who were very much near to the life, death and resurrection and the descending of the Holy Ghost. നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഇതിനോട് ഏറ്റവും ക്ലോസായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഉട്ടോപ്യൻ അവസ്ഥയൊന്നുമല്ല. നമ്മെപ്പോലെ തന്നെയുള്ള, പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ് പറയുന്നുണ്ട്, ഏലിയാവ് പോലും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ റിയൽ പീപ്പിൾ, യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് എഴുതുന്ന വിഷയം, നമ്മൾക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അവരനുഭവിക്കാത്ത പെക്യൂലിയർ പ്രോബ്ലംസ് ഒന്നും നമുക്കില്ല.
എല്ലാ പ്രോബ്ലത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. നോ, every human problem which takes different forms today, it may be different at the when you look at from the outside, it may be it will seem to be different, but although it takes different colors, പല കളറുകളിൽ അത് നമുക്ക് തോന്നുമെങ്കിലും മനുഷ്യൻ്റെ ആ പ്രോബ്ലം അത് അടിസ്ഥാനപരമായി അന്നും ഇന്നും ഒരുപോലെ. കാരണം ഇറ്റ് ഓൾ ഹാസ് ടു ഡു വിത്ത് അവർ ഫാളൻനെസ്. നമ്മുടെ വീഴ്ചയോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണ് അന്നും ഇന്നുമുള്ളത്. അതിന് അല്പം ചില സൂപ്പർഫിഷ്യലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള വ്യത്യാസം കണ്ടേക്കാം. പക്ഷെങ്കിൽ അടിസ്ഥാനപരമായി അതിൻ്റെ കോസ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തിന് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എല്ലാ കാലവും റെലവൻസ് ഉണ്ട്, പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഒരിക്കലും മാറുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, the more we try to understand the word, it happens that the word understands us more. The more spiritually growing you are, the more you are aware of your own fallenness. നാം ആത്മീകമായി വളരും തോറും നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള കൂടിയ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതെപ്പോഴും സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യാക്കോബ് ഇവിടെ ഡീല് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ ആ കാര്യം എന്തുകൊണ്ട് സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടൊരു ഇലുസ്ട്രേഷൻ, ഒരു ഉദാഹരണം പറയുക, ഒരു സാങ്കല്പികമാകുന്ന സിറ്റുവേഷൻ, ഒരു ഉദാഹരണം പറയുക. കാരണം അവർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബിൻ്റെ ലേഖനമെന്നുള്ളത് ഇറ്റ് ഈസ് മോർ ലൈക്ക് എ സർമൺ ദാൻ ആൻ എപ്പിസൽ. യാക്കോബിൻ്റെ ലേഖനമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കി എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല യാക്കോബിൻ്റെ ലേഖനത്തിനുള്ളത്. നേരെ മറിച്ച് ഇറ്റ് ഈസ് മോർ ലൈക്ക് എ സർമൺ, ഒരു പ്രസംഗം പോലെ. അത് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ഉദാഹരണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് പോകുക. എങ്കിലും നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, എന്തുകൊണ്ട് മുഖപക്ഷം തേജസ്സുള്ളവനായി, അത് നമ്മൾ ചിന്തിച്ചു. പിന്നെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാരണം യാക്കോബ് പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം 6ഉം 7ഉം, അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ഒരു തിയോളജിക്കൽ റീസൺ, ഉപദേശപരമാകുന്ന ഒരു കാര്യം യാക്കോബ് പറയുന്നു, എന്തുകൊണ്ട് പാടില്ല. അതിൻ്റെ ശേഷം 6ഉം 7ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വിഷയം യാക്കോബ് പറയുന്നു. അങ്ങനെ പല കാരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിലേക്ക് പറഞ്ഞു. എന്നിട്ട് 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. 8 to 13, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയും അത് ഞാൻ പറയട്ടെ, അത് ധ്യാനിച്ചപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. വെരി ഡിഫിക്കൽട്ട്, അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാസേജാണ് ഈ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ.
ആ ഭാഗം നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ അടുത്ത ഭാഗം മനസ്സിലാക്കുവാൻ അതൊന്നുകൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 8 മുതൽ 13 വരെയുള്ള വേദഭാഗം നമുക്കിന്ന് അല്പം അത് എത്രത്തോളം ലളിതമായി പറയുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന് വായിക്കാമോ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന ന്യായപ്രമാണത്തിൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടു അഗെയിൻ യാക്കോബ് ആ ഒരു വിഷയമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. യാക്കോബ് ഈ കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന അല്ലെങ്കിൽ യാക്കോബിൻ്റെ ഹാഫ് ബ്രദർ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ ഒരു പരീശനുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിൽ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള എൻകൗണ്ടർ ഒരു പക്ഷേ that encounter may be at the back of James' mind when he writes this. താൻ അത് എഴുതുമ്പോൾ ഒരു പക്ഷേ ആ ഒരു കാര്യം യാക്കോബ് ചിന്തിക്കുന്നുണ്ടാകാം. കാരണം അതിൻ്റെ ആ ഒരു സംഭവം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സസ് 25 ഓൺവേഡ്സ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. 28-ാം വാക്യം. അവൻ അവനോട്, യേശു കർത്താവ് പറയുകയാണ്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഗോഡ്സ് ലോ ഈസ് perfectly clear. It is perfectly clear because this person, this scribe, he understood it correctly. Because അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? അപ്പോൾ നീ എങ്ങനെ വായിക്കുന്നു എന്നുള്ള ആ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് they had a fine way of overcoming or avoiding certain commands of the scriptures by their own interpretation. അവർക്കൊരു പതിവുണ്ടായിരുന്നത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സുവ്യക്തമായ കൽപ്പനകളെ അവർക്കത് അനുസരിക്കാൻ മനസ്സില്ല. അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അതിന് വളഞ്ഞു ചുറ്റി
ചുറ്റി അവരതിനൊരു വ്യാഖ്യാനം കൊടുക്കും. മനസ്സിലായോ? ഇത് അവരുടെ ഒരു പതിവായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ന്യായപ്രമാണത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? പിന്നെ അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോ, നീ എങ്ങനെ അത് വായിക്കുന്നേ? ഹൗ ഡു യു റീഡ് ഇറ്റ്? ഹൗ ഡു യു റീഡ് ഇറ്റ്? ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഹൗ ഡു യു റീഡ് ഇറ്റ്? നീ എങ്ങനെ അത് മനസ്സിലാക്കുന്നേ? ഉടനെ അവൻ മറുപടി പറയുകയാണ്. 27-ാമത്തെ വാക്യം വളരെ കൃത്യമായ മറുപടി. ഓക്കെ. 28-ാം വാക്യം യേശു കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്, നീ പോയി അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം ഇവിടെ ഒരാശയക്കുഴപ്പമില്ല. കർത്താവ് ചോദിച്ചതും അവൻ പറഞ്ഞ മറുപടിയും തമ്മിൽ ഒരാശയക്കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നമൊന്ന് ശ്രദ്ധിക്കണേ. 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. നോക്കുക, അപ്പോൾ അവൻ സമ്മതിച്ചു ഇത് ശരിയാണ്. എന്നാൽ തന്നെത്താൻ അവന് നീതീകരിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവനറിയാൻ സംഗതി ശരിയാന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അറിയാൻ സംഗതി ശരിയാന്ന്, പക്ഷേ അവൻ്റെ ജീവിതം ഇതുമായിട്ട് അങ്ങോട്ട് ഒത്തുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്യുന്നത് ശരിയാണെന്ന് നീതീകരിക്കണം. അതിനാണ് അവൻ ചോദിച്ചത്, എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് പറഞ്ഞാൽ, വാട്ട് വാസ് ഹി ട്രൈയിങ് ടു ടെൽ ജീസസ്? എന്തായിരുന്നു ഇദ്ദേഹം കർത്താവിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നേ? ഇത്രയേ ഉള്ളൂ കാര്യം. He was trying to limit the number of his people in his circle so that he can conveniently disregard all other people that are outside of his circle. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരൻ ആരാ? ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹം കൂട്ടുകാരാക്കി വച്ചിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവർക്ക് മാത്രമേ കൈ കൊടുക്കുകയുള്ളൂ, അവരുമായിട്ട് മാത്രമേ ഉള്ളൂ ബന്ധം. ആരാ എൻ്റെ കൂട്ടുകാരൻ? ഇല്ലേ? ഇവിടെയാ വിഷയം. അപ്പോൾ കാര്യം ശരിയാണ്, ഞാൻ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അങ്ങനെ ഞാൻ ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഐ ഹാവ് പെർഫെക്റ്റ്ലി ഫുൾഫിൽഡ് ദ ലോ. ദാറ്റ്സ് ദ മീനിങ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ ന്യായപ്രമാണത്തെ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ ആ 10 commandments, how many are there? 10 commandments അല്ലേ? ഓക്കെ. ആ 10 കൽപ്പനകൾ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമുക്കതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് അബൌട്ട് ദ ഒബ്സർവൻസ് ഓഫ് സാബത്ത് എന്നൊക്കെയുള്ള ചോദ്യം, അതിൻ്റെ ലിറ്ററലി നമ്മൾ എടുക്കണോ? അതൊക്കെ ആ വിഷയത്തിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെങ്കിൽ ഇത്രയും മനസ്സിലാക്കുക, ആ 10 കൽപ്പനകൾ നമ്മുടെ മോറൽ ലൈഫിൻ്റെ ബേസിസാണ്. നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണത്. അതിൽ ആദ്യത്തെ 5
കൽപ്പനകൾ, the first 5 commandments, if you will read that, it has to do with our love towards God. ആദ്യത്തെ 5 കാര്യങ്ങൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ഡു വിത്ത് the love towards, our love towards God. എന്നാൽ അടുത്ത 5 കൽപ്പനകൾ love towards our neighbor. If you truly love your neighbor, you will not do what belongs to your, you will not steal what belongs to your neighbor, and you will not covet what belongs to your neighbor, because you love him. മനസ്സിലാക്കണേ, ഈ ഒരു കാര്യം സത്യത്തിൽ കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിൽ അവൻ കൃത്യമാകുന്ന മറുപടി പറഞ്ഞു. പക്ഷേ അവൻ്റെ പ്രശ്നം, അവൻ്റെ ചിന്തയിൽ അവൻ്റെ കൂട്ടുകാർ ചിലരുണ്ട്, അവരെ സ്നേഹിച്ചാൽ മതിയല്ലോ. മനസ്സിലാക്കണേ, ഇതാണ് മനുഷ്യൻ്റെ ക്രൂക്കഡ്നെസ്സും ഫോളൺനെസ്സും. ഇത് അന്നു മുതലുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കുന്നു, അല്ലേ എൻ്റെ കൂട്ടുകാരനെന്ന് തോന്നുന്നയാളോട് എനിക്ക് മുഖപക്ഷം കാണിക്കാതെ പെരുമാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാ ഞാൻ പറഞ്ഞേ, the more we understand God's word, the more the word understands us. നാം ദൈവവചനം മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ വചനം നമ്മളെ മനസ്സിലാക്കുകയാണ്. ഇറ്റ് ഷോസ് മീ ഹൂ ആം ഐ. ദൈവവചനം എന്നെ കാണിക്കുകയാണ് ഞാൻ ആരാണെന്ന്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ കാലത്ത് ഈ കാര്യം പ്രസക്തമായിരുന്നു. എല്ലാ കാലത്തും ഇത് പ്രസക്തമാണ്. ഇതൊരു ചലഞ്ചാണ്. Have to be impartial in our dealing with people. To be impartial. ഇതാ ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മുഖപക്ഷം കാണിക്കാറുണ്ട്. യാക്കോബ് പറയുകയാണ് ദാറ്റ് ഈസ് റോങ്. അതുകൊണ്ടാണ് ഒന്നാമത് അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. അപ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. എന്തുവാ സ്നേഹമെന്ന് പറഞ്ഞാൽ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഇറ്റ് എ ഫീലിംഗ്? ഈസ് ഇറ്റ് എ സെന്റിമെന്റ്? Love is not a feeling or a sentiment, but love is doing the just right thing for the other person. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുന്നേ, ഒരു സെൻറ്റിമെൻ്റ് അല്ല. അതിന് കൃത്യമാകുന്നൊരു മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല, എങ്കിലും മനസ്സിലായി. ഇറ്റ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് മിൽക്കി ടൈപ്പ് ഓഫ് ഫീലിംഗ് വിച്ച് വി ഫീൽ. സ്നേഹം, it is a question of doing the right thing. ഉദാഹരണം,
ഇത് ഡൂയിങ് ദ റൈറ്റ് തിങ് ആണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് വിൽ. നമ്മുടെ ഇച്ഛാശക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ സ്നേഹം നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതിൻ്റെ കാരണം ഞാൻ പറയാം. വിവാഹ ഉടമ്പടി ചൊല്ലിക്കൊടുക്കുമ്പം ചോദിക്കുമ്പോൾ, ഡു യു ഫീൽ ലൈക്ക് ലവിങ് ഹർ? അങ്ങനെയാണെന്നാ ചോദിക്കുന്നേ? അല്ല. ഡു യു ഫീൽ ലൈക്ക് ലവിങ് ഹിം? No, it is not a feeling. Rather, will you? എന്ന് പറഞ്ഞാൽ എന്തുവാ? I will. I will. ഞാൻ ആ ഉടമ്പടിയിൽ എന്താ പറയുന്നത്? ഞാൻ ഇന്നയാളെ സ്നേഹിക്കും എന്ന് എൻ്റെ സകല from my inmost being I take a decision, rather a willful decision, that I will do him or her always that will be for his or her good, that will result in his or her good. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു സെന്റിമെന്റ് അല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത് കർത്താവ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. ലവ് ഈസ് റിവീൽഡ് ഇൻ ഒബീഡിയൻസ്. ബിക്കോസ് ജീസസ് സെഡ്, ഇഫ് യു ലവ് മീ you will obey my commandments. So it has to do with our will. Young people, listen to me. Love is not, you have this thing, oh, love at first sight. There is nothing, completely false. There is no love at first sight. കേട്ടോ, അങ്ങനെ ഒരു സാധനമേ ഇല്ല. കാരണം ലവ് ഹാസ് ടു ഡു വിത്ത് യുവർ വിൽ. അത് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അവിടെ ആ കാര്യം യാക്കോബ് പറയുന്നത് നമുക്കവിടെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം യാക്കോബ് പറയുന്നത്, അതായത് എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. അപ്പോൾ ഇവിടെ പുതിയ നിയമവിശ്വാസികളാകുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാണ് യാക്കോബ് ന്യായപ്രമാണം എന്ന വാക്കുപയോഗിക്കുന്നത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇത് കൃത്യമായി മനസ്സിലാകാത്തതുകൊണ്ടാണ് രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭം കുറിച്ച ഒരു ദുരുപദേശമുണ്ട്. അതിൻ്റെ വിത്ത് അന്നാ പാകിയത്. മാർഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പുതിയ നിയമം, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാനൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ചെയ്തത് പഴയ നിയമ ഉദ്ധരണികൾ എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് പൗലോസിൻ്റെ ലേഖനം, പൗലോസിൻ്റെ ലേഖനത്തിൽ പോലും പഴയ നിയമ ഉദ്ധരണികൾ മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് ഒരു കാനോൻ, ഒരു പുസ്തകം ഉണ്ടാക്കി. മാർഷ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് യാതൊരു സ്ഥാനവും പുതിയ നിയമവിശ്വാസികളുടെ ജീവിതത്തിലില്ല. അത് ആ വിത്ത് അന്ന് രണ്ടാം നൂറ്റാണ്ടിൽ പാകിയ ആ വിത്താണ് പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട്
സിംഗപ്പൂരുകാരനാകുന്ന ഒരു ഫേമസ് പ്രീച്ചർ, അദ്ദേഹത്തിന് ഗ്രേസ്, ഐ ആം ഓൾ ഫോർ ഗ്രേസ്. അപ്പോൾ ഗ്രേസ് എന്താ, ലോ എന്താണെന്ന് യാതൊരു വേദപുസ്തക അടിസ്ഥാനത്തിൽ ബോധമില്ലാതെ മനുഷ്യൻ്റെ ആ വീഴ്ചയോടുള്ള ബന്ധത്തിൽ അവന് പറ്റിയ ആ കേടിൽ ദൈവത്തിൻ്റെ ഉടമ്പടിക്കെതിരെയുള്ള ആ റിബല്യൻ വീണുപോയ മനുഷ്യനിലുണ്ട്. ആ റിബല്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് he doesn't want to come under God's law. പക്ഷെങ്കിൽ എന്താണ് ലോ? നമ്മളത് മനസ്സിലാക്കണം. When we talk about the law of God, we do not mean the law as a means of justification. Number 1, 2 കാര്യങ്ങളാണ്. ഒന്ന്, ന്യായപ്രമാണമെന്ന് പറയുമ്പോൾ നീതീകരണത്തിൻ്റെ ഒരു ഉപാധിയായി ന്യായപ്രമാണത്തെ പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. അത് അസാധ്യമാണ്. ന്യായപ്രമാണത്തിന് നീതീകരിക്കാൻ കഴിയും, പക്ഷെങ്കിൽ അത് ഇമ്പോസിബിളാണ്. ഇൻ പ്രിൻസിപ്പിൾ സാധ്യമാണ്. കാരണം അവയെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കും. അവയെ സമ്പൂർണമായിട്ട് നിവർത്തിച്ച ഒറ്റയാളേ ഉള്ളൂ. അതാരാന്നറിയാമോ? നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും ന്യായപ്രമാണത്തെ സമ്പൂർണമായി നിവർത്തിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് നിവർത്തിപ്പാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമാലേഖനം 8-ാം അധ്യായമാണ് ഞാൻ കോട്ട് ചെയ്തത്. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ മനുഷ്യന് കഴിയുകയില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ദ ലോ ക്യാൻ ജസ്റ്റിഫൈ അസ്. ന്യായപ്രമാണത്തിന് നമ്മളെ നീതീകരിപ്പാൻ കഴിയുകയില്ല. 2, we are not under law as the dynamic of our sanctification. നമ്മെ വിശുദ്ധീകരിപ്പാനും ന്യായപ്രമാണത്താൽ, അല്ലെങ്കിൽ നീതീകരണവും ന്യായപ്രമാണത്താൽ നടക്കത്തില്ല. പിന്നെ വിശുദ്ധീകരണവും ന്യായപ്രമാണത്താൽ സാധ്യമല്ല. ഞാനത് പറയാൻ കാര്യം, ഇവിടെ യാക്കോബ് ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിന് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. The law of liberty, as James calls it, has an abiding place in the life of a born-again child of God. Okay? Although law cannot justify us, neither can law sanctify us, but the law of liberty, as James calls it, has an abiding place in the life of a born-again believer. That's clear. അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണം, യാക്കോബ് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ അളവുകോലില്ലെങ്കിൽ
നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം, ഇതെല്ലാം നമുക്ക് അളവായിട്ട് അല്ലെങ്കിൽ ഒരു മെഷറിംഗ് യാർഡായിട്ട് മെഷറിംഗ് റോഡായിട്ട് തന്നിരിക്കുന്നത് യാക്കോബ് ഇവിടെ വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. If this law is not there, how else we know what we are supposed to do? ഇതില്ലെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് എങ്ങനെ അറിയും? നമുക്ക് പറയാം, ഐ ആം ഫീലിംഗ് ദിസ്, ഐ ആം ഫീലിംഗ് ദിസ്, അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ദാറ്റ്. പിന്നെ ചിലർ പറയും, ദ ലോർഡ് ടോൾഡ് മീ ദിസ്. ഒരിക്കൽ ഒരാൾ പറഞ്ഞതാ, നിന്റെ ഇതൊക്കെ ടാബു ആയിരിക്കും, എന്നൊരു പതുക്കെ പറയാം. ഒരു സോ കോൾഡ് പ്രീച്ചറാ, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞെന്ന്, ഡിവോഴ്സ് യുവർ വൈഫ് ആൻഡ് മാരി യുവർ സെക്രട്ടറി. ദൈവം പറഞ്ഞെന്ന്. ഭാര്യയെ ഡിവോഴ്സ് ചെയ്തോ, പിന്നെ ആരെ കല്യാണം കഴിച്ചോളാൻ? സെക്രട്ടറിയെ. അദ്ദേഹം ദൈവം പറഞ്ഞെന്ന്. Where do you draw the line? If there is no law of liberty, royal law of liberty, how do you know how you are supposed to live? But there is a law of liberty, and we need a law of liberty because we are all fallen creatures. നമ്മുടെ ചായ്വ് എപ്പോഴും എങ്ങോട്ടാണെന്നറിയാമോ? നമ്മുടെ വഴിക്ക് നടക്കാനുള്ള ചായ്വാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. വീണ്ടെടുക്കപ്പെട്ടെന്നുള്ളത് ശരിയാ, ഉള്ളിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സംഭവിച്ചെന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ സമ്പൂർണമായിട്ട് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാത്തിടത്തോളം കാലം we need God's perfect law of liberty. ദൈവത്തിൻ്റെ ആ സമ്പൂർണമാകുന്ന, യാക്കോബ് വിളിക്കുന്നത് രാജകീയനായ പ്രമാണമെന്നാണ് വിളിക്കുന്നത്. രാജകീയ, റോയൽ ലോ ഓഫ് ലിബർട്ടി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഇത് പറയുമ്പോൾ ലീഗലിസമല്ല. ലീഗലിസവും എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന്മേൽ മാത്രം അളക്കുക. നിങ്ങൾ എല്ലാവരും വെള്ളയുടുപ്പിട്ടുകൊണ്ട് വരണം, ഓക്കെ, വെള്ളയുടുപ്പിട്ടുകൊണ്ട് വന്നാൽ നല്ലത് തന്നെ, കാണാൻ നല്ല ഭംഗിയാകട്ടോ. ഇങ്ങനെ നമ്മളിരിക്കുന്നതിനേക്കാളും എന്ത് ഭംഗിയായിരിക്കും നമ്മളെല്ലാവരും കൂടെ നല്ലൊരു വെള്ളയുടുപ്പ്. ഗുഡ്, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളയുടുപ്പ് അകത്തെ വിശുദ്ധിയുടെ പര്യായമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ പറയുന്ന ഒഴുക്കിലങ്ങ് പറഞ്ഞതാണ്, മീശ പഠിച്ച് എന്നെപ്പോലെ മീശയും പഠിച്ച് വെള്ള ഷർട്ട് വിടുന്നൊന്നുമല്ല പിന്നെ വിശുദ്ധിയുടെ പര്യായമെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ ഞാൻ കറുത്ത ഷർട്ട് വിട്ട് മീശയും വെച്ച് വരാൻ പോകാം. പറഞ്ഞതാ എന്നോട്, കറുത്ത ഷർട്ട് വിടും, മീശയും വെക്കും. വെച്ചോ പോയി, ഒരു കുഴപ്പമില്ല. അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു. അവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ റിബല്യൻ, മനുഷ്യൻ്റെ ആ റിബല്യൻ അല്ലേ, ആ ഒരു എന്താ പറയുന്നേ, ദൈവികമാകുന്ന ആ ന്യായപ്രമാണത്തോടെ. എന്നിട്ട് മനുഷ്യൻ പറയുന്നത് എന്നറിയാമോ, ദാറ്റ് ഈസ് ലിബർട്ടി എന്നാണ് പറയുന്നേ. പക്ഷേ അതല്ല ലിബർട്ടി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ
ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്താണ്? വാട്ട് പ്ലേസ് ഹാസ് ദ ലോ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ? ലോയ്ക്ക്, ന്യായപ്രമാണത്തിന് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ സ്ഥാനം എന്താ? നമ്മളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനോഹരമാകുന്ന പിക്ചർ അവിടെ കാണാനായിട്ട് കഴിയും. ദർ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ drawn there, or you may call it a visual aid, how the law functions in the life of a believer. How does it function? അതിൻ്റെ ആ പഴയ നിയമത്തിലെ ആ ഒരു ചിത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പുറപ്പാട് പുസ്തകം അതിൻ്റെ സ്റ്റോറി ആരംഭിക്കുമ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റൊന്നുമില്ല, നമ്മുടെ എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേറ്റീവ് അല്ല, അതല്ല, കാരണം റോമൻസ് ഇപ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയാം. അവർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവർ മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ അവരെ കനാൻ ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? കനാൻ ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനു മുൻപ് പില്ലർ ഓഫ് ക്ലൗഡിലും പില്ലർ ഓഫ് ഫയറായിട്ടും അവരെ ദൈവം തന്നെ നയിച്ച് God led them through the wilderness, in that trackless wilderness where there is no way, you cannot find a way there, but God himself in the pillar of cloud and in the pillar of fire, he led them through first. Although his purpose was to take them to the land of Canaan, but he led them first to Mount Sinai. അല്ലേ? കനാൻ നാട്ടിലേക്കാണ് ദൈവം അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെങ്കിൽ ദൈവം തന്നെ അവരെ കൃത്യമായി എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാമോ? സിനായിലോട്ടാണ് കൊണ്ടുപോയത്. In fact, when God first spoke with Moses in Exodus chapter 3 and verse 12, 3:12, ആദ്യം മോശയോട് പറയുമ്പോൾ തന്നെ ദൈവം എന്താ പറഞ്ഞതെന്നറിയാം? 3:12 ഒന്ന് വായിച്ചേ. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ. Okay, so notwithstanding, the Lord's intention was to lead them all the way up to Canaan, but Mount Sinai was a primary destination. കനാൻ ദേശത്തോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ സീനായി മല എന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിരുന്നു. In other words, the first act of God was to redeem his people from slavery. ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി അടിമത്വത്തിൽ നിന്നും ആ ജനത്തെ വിടുവിക്കുകയായിരുന്നു. Then, that is in chapter 6 of Exodus. പുറപ്പാട് 6 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി അവരെ വിടുവിക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് പുറപ്പാട് 20:1 മുതൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, then he brings his people to the place where he reveals his law to them. Okay, എൻ്റെ ഒപ്പം നിങ്ങൾ അല്പനിമിഷങ്ങളിലൂടെ വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. In other words, those who have experienced
the benefit of the shed blood of the lamb must come under the obedience of law. അല്ലേ? ആദ്യം കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ചവർ ആ ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലേക്ക് വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അല്ലേ? ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഗ്രേസ് കംസ് ഫസ്റ്റ്, ദെൻ ലോ ഫോളോസ്. അതായിരുന്നു അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ in other words, when people have received the wonders of God's grace in redemption, will they not, in gratitude, want to know how to live so as to please God? ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം, അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അവർ അത് നാച്ചുറലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തോടുള്ള നന്ദി നിമിത്തം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ താല്പര്യമായിരിക്കും, ലീഗലിസമല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ ലോ എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത്? ലീഗലിസം പോലാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ആ മെറിറ്റ്, ഈസ് ഇറ്റ് എ മെറിറ്റ്? നോ, we want to obey God because we want to earn merit. No, it is a responsive obedience. It is not that I want to obey God and I want to earn merit. Rather, it is a response to God's grace that I want to willingly obey this good master. ഇല്ലേ? ഈ നല്ലയുടയവനെ, ഈ നല്ല കർത്താവിനെ, ആ കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്നതുകൊണ്ട് ആ കർത്താവിനോടുള്ള നന്ദിയുടെ സൂചകമായിട്ട് ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എനിക്കെൻ്റെ ദൈവത്തെ അനുസരിക്കണം സ്നേഹത്തിൽ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. ഇല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സോ ഹൗ ഡു യു നോ ദാറ്റ് യു ലവ് ഗോഡ്? കൊരിന്ത്യരുടെ 1-ാം ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ഒരുപാട് കമാൻഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി കമാൻഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാകരുത്, അങ്ങനെയാകണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. അതിന്റെ മുകളിലുള്ള ആ വാക്യം, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെടണം. ശ്രദ്ധിക്കണം, അതുവരെ ഒരു സ്ക്രൈബിനോട് പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുകയായിരുന്നു ലേഖനം. കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം എഴുതുക. പൗലോസ് ഇങ്ങനെ ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ നടക്കുകയായിരിക്കാം ആ റൂമിൽ. സ്ക്രൈബ് പൗലോസ് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, സ്ക്രൈബ് എഴുതുന്നു. സാധനം എഴുതി കഴിഞ്ഞപ്പം പോള് പേന ഇങ്ങോട്ട് മടിച്ച് എൻഡോഴ്സ് ചെയ്യുക, പൗലോസായ എൻ്റെ കയ്യാലെ വന്ദനം. ആദ്യം പറയുന്നതിന്, ഞാൻ ഈ എഴുതിയ ലേഖനത്തിലെ പ്രമാണങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു.
പക്ഷെ അങ്ങനെ അല്ല എഴുതുന്നത്. എഴുതുന്നത് എങ്ങനെയാണ്? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ട്രൂലി ലവ് ദ ലോർഡ്, വാട്ട് ഐ ഹാവ് റിട്ടൺ ടു യു ഈസ് നോട്ട് എ ബർഡൻ ടു യു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കർത്താവിനെ ശരിക്കും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ എഴുതിയതും നിങ്ങളോട് ഗുണീകരണത്തിനായി പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾക്കതൊരു നുകമല്ല. ബിക്കോസ് യു ലവ്. പത്രോസിനോട് ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പത്രോസിനോട് ചോദിച്ചെന്നാ? ഡു യു ലവ് മീ? 3 പ്രാവശ്യം ചോദിക്കുന്നു. ഒടുവിൽ പത്രോസ് പറയുന്നത്, കർത്താവേ നീ അറിയാം. അപ്പോൾ ഓരോ പ്രാവശ്യവും ചോദിക്കുമ്പം അതിൻ്റെ മറുപടിയായിട്ട് കർത്താവ് എന്നാ പറയുന്നേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഡു ദിസ് പീറ്റർ, യു ടെൽ മീ യു ലവ് മീ, നൗ ഡു വില്ലിംഗ്ലി. അതുകൊണ്ടാണ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ ഇടവകകളിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, പിന്നെയോ ഞാൻ ഇവിടുത്തെ വലിയ പാസ്റ്റർ, കേട്ടോണം, ഒന്നും ചോദിച്ചേക്കല്ല, വന്നോണം, ഇരുന്നോണം, കേട്ടോണം, മിണ്ടാതെ പൊക്കോണം. നോ, അങ്ങനെയല്ല പത്രോസ് എഴുതുന്നേ. പത്രോസ് എഴുതുന്നത് ഇടവകകളിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, പിന്നെ എങ്ങനെയാ? ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. കാരണം പത്രോസിന് മനസ്സിലായി എന്താണ് കർത്താവിനെ സ്നേഹിക്കുക. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയും അല്ല. വേറെ ഒരാഗ്രഹവും മനസ്സിൽ വരണ്ട. കാരണം ഇഫ് യു ട്രൂലി, കാരണം കർത്താവ് എന്നാ പറഞ്ഞേ? പീറ്റർ, ഇഫ് യു ലവ് മീ, ഫീഡ് മൈ ലാംസ്. ഹി ഗോട്ട്. പത്രോസിന് മനസ്സിലായ കാര്യം എന്താണ്? സോ അത് ഒരു വില്ലിങ്, ആ ഒരു സ്നേഹം, ലീഗലിസം അല്ല. This is the place of God's law in the life of a believer. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലെ ആ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ലോ ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ. ഇതൊരു ഫൗണ്ടേഷൻ ഇട്ട് പോകാം, കാരണം അടുത്തു വരുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ്. കാരണം 14 മുതൽ പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണോ, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അത്രയും നിന്നത്. ഒന്ന് വായിക്കാമോ? എബ്രായർ 10:15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം, ബൈ ദ വേ, അത് എവിടെ പരിശുദ്ധാത്മാവ് സാക്ഷീകരിച്ചതെന്നറിയാമോ? യെരമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ എബ്രായ ലേഖനകാരൻ എടുത്തെഴുതുകയാണ്. ഇനി വായിച്ചു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. എൻ്റെ ന്യായപ്രമാണം. അപ്പോൾ പുതിയ ഉടമ്പടിയിൽ എന്താ ന്യായപ്രമാണം ഉണ്ടോ? ഉണ്ട്. വി ആർ നോട്ട് അണ്ടർ ലോ, അണ്ടർ ഗ്രേസ്. അതുകൊണ്ട് ഡു ആസ് യു ലൈക്ക് ബിക്കോസ് യു ആർ ഫോളിങ് ഇൻ ടു ഗ്രേസ്. അതാ പഠിപ്പീര്. നോ, അങ്ങനല്ല. വി ആർ ഓൾ ഫോളൻ ക്രീച്ചേഴ്സ്. വി നീഡ് God's law written in our hearts to live a life which is pleasing in His sight. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ വായിച്ചോ. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്തു. Okay, this is what God did. Grace. ആ ഗ്രേസ് തരുമ്പോൾ തന്നെ അവിടുത്തെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലെഴുതുകയാ. ആൻഡ് വി വാണ്ട് ടു
please our God. We want to live for Him. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നുവെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ഡോണ്ട് ഡു ദാറ്റ്. ഒരു ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല. ഒരു സഭയിൽ 5-6 പേരുള്ള ഒരു ഗ്രൂപ്പല്ല. വി ആർ ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗോഡ്സ് ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഓഫ് കോഴ്സ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ടാകാം. ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്, ലീവ് ഇറ്റ് അറ്റ് ദ ക്രോസ്. Leave it at the cross. Let God fill us with His Holy Spirit. കാരണം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. When we obey God, അല്ലേ, it has to do with our obedience. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട്? വീണ്ടും ജനിച്ചതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, the more we try to understand, the word understands us. May God bless. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും.